എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളെ പോലൊക്കെ എല്ലാവരും പല ഘട്ടങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യം, വിശേഷം ആയില്ലേ. അപ്പം ചിന്നുവിനെ സംബന്ധിച്ചിടത്തോളം ആനന്ദ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ചിന്നു അഭിനയിക്കുന്ന സിനിമകൾ, ചിന്നുവിൻ്റെ അല്ലാതെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ ബേസ് ചെയ്ത് തന്നെയാണ്. അപ്പം അതും ഇതുമായിട്ട് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ ചിന്നു? എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കാട്ടിലും വിശേഷം എന്ന് പറയുന്ന സിനിമ ചർച്ച ചെയ്യുന്നത് രണ്ട് സാധാരണ ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ചാണ്, പ്രണയത്തെക്കുറിച്ചാണ്, അവരുടെ സ്വകാര്യതയെക്കുറിച്ചാണ്. അപ്പോൾ അത് ഈ പറയുന്ന അത് നമുക്ക് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് വെക്കുന്ന ആളുടെ അടുത്ത് അടുത്ത എന്ത്, ഇതെല്ലാം ഡിഗ്രി കഴിഞ്ഞ ആളുടെ അടുത്ത് ജോലി എന്ത്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് പ്രൊമോഷൻ എവിടെ, കല്യാണം ഇല്ലേ, കല്യാണം കഴിഞ്ഞ ആളുടെ അടുത്ത് കൊച്ചില്ലേ, അങ്ങനെ 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 പോകുന്ന ചോദ്യങ്ങൾ. അപ്പം അത് പക്ഷേ ഒരാളുടെ ഭയങ്കര സ്വകാര്യമായ ഒരു സ്പേസിലേക്ക് കയറി ചെന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളും, എന്നാൽ ആ ചോദ്യങ്ങളെ എങ്ങനെ ഈ ക്യാരക്ടേഴ്സിനെ ബാധിക്കുന്നു എന്ന് അവരുടെ പെർസ്പെക്റ്റീവിലൂടെ മാത്രം പറയുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പേർക്ക് ഇത് എൻ്റെ സിനിമയാണ് എന്ന് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആൾക്കാരുടെ സിനിമയാണെന്ന് കാണുമ്പം 100% തോന്നുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ്, മാത്രമല്ല അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നതും എല്ലാവരെയും ഈ പറയുന്ന സന്തോഷിപ്പിക്കുന്ന, അത്യാവശ്യം ചിന്തിപ്പിക്കുന്ന, ഹാസ്യത്തിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി തന്നെ പറയുന്ന ഒരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു സന്തോഷം ഒക്കെ ഉണ്ടാവുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും.